എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചതുപോലെ നേരത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല. ജൂണിൽ 12 ദിവസം ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ 3 ആണവ നിലയങ്ങളിൽ ഇറാനിൽ വർഷിച്ചിരുന്നു. അതേ തുടർന്ന് അമേരിക്ക അങ്ങനെ ആക്രമണം നടത്തിയപ്പോഴാണ് അമേരിക്കയുടെ ഖത്തറിലെ എയർബേസ്, അത് കമാൻഡ് സെൻറ്റർ കൂടിയാണ്, ഗൾഫിലുള്ള മുഴുവൻ അമേരിക്കയുടെ സേനാ താവളങ്ങളുടെയും കമാൻഡ് സെൻറ്റർ ഖത്തറിലെ ദോഹയിലാണ്. അപ്പോൾ അതിനു നേരെയാണ് മിസൈൽ അയച്ചത്. അയച്ചതിൻ്റെ പിന്നാലെ തന്നെ ട്രംപ് ഇടപെടുകയും 12 ദിവസം ഏറ്റുമുട്ടൽ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഖത്തർ മാത്രമല്ല, ഖത്തറിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. പാട്രിയോട്ട് മിസൈൽ വെച്ച് അവരയച്ച മിസൈലുകൾ പലതും അമേരിക്കൻ പാട്രിയോട്ട് മിസൈലുകൾ തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഖത്തറിന് പുറമെ കുവൈറ്റിൽ, സൗദി അറേബ്യയിൽ, ദുബായിൽ, ബഹ്റിനിൽ, സിറിയയിൽ, ഇറാഖിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട പല US സേനാ താവളങ്ങൾക്ക് നേരെ അവർ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മിനിറ്റുകളിൽ വരുന്ന വാർത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന ഫത്തേ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ വൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അതിന് മറുമരുന്നായി അവർ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഫത്തേ ഹൈപ്പർസോണിക്, കാരണം റഡാറുകൾക്കോ അയൺ ഡോമിനൊക്കെ ഒരു പക്ഷേ തടയാൻ പറ്റാത്ത വിധത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ പ്രയോഗിച്ചു എന്ന വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അടി തിരിച്ചടി എന്ന നിലയിലാണ്.